ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ 2025 ലൈവാണ് അല്ലേ. ഏകദേശം 22,000-ഓളം ഒഴിവുകളിലേക്കാണ് ഈ വർഷം RRB ഗ്രൂപ്പ് ഡി എക്സാം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ യോഗ്യത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എന്താണ്, 10th ക്വാളിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ലിങ്ക് 21 RRBകളുടെ വെബ്സൈറ്റിലും എന്താണ് ലൈവാണ്. അപ്പോൾ ഇനിയും അപ്ലൈ ചെയ്യാത്ത കുട്ടികൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ മുന്നിൽ ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ സൈറ്റ് ഹാങ് ആവുന്നതിനേക്കാൾ മുന്നേ ഒക്കെ എല്ലാവരും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം ഒപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, RRB സെലക്ട് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇനി അപ്ലൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് RRB വളരെ സ്പീഡിലാണ് ഇപ്പോൾ എക്സാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്തു, ഇനിയിപ്പം പതുക്കെ എന്ന് പഠിച്ചു തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും എന്ത് ചെയ്യും, നിങ്ങളുടെ മുന്നിലേക്ക് പരീക്ഷ വരും. RRB NTPC എക്സാമിൻ്റെ, അതായത് 6ാമത്തെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഗ്രാജുവേറ്റ് ലെവൽ NTPC എക്സാമിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് വരെ വന്നിരിക്കുകയാണ്. എന്നാണ് അത്? മാർച്ച് 16 തൊട്ട് 27 വരെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഏപ്രിൽ മാസം ആദ്യം തന്നെ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം, അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ എന്ത് വരും, ഗ്രൂപ്പ് ഡി വരും അല്ലേ. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിന് അധികം സമയമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് നീണ്ടു പോകുന്നില്ല. പെട്ടെന്ന് തന്നെ എക്സാമിൻ്റെ ഡേറ്റ് വരാനുള്ള എല്ലാ സാധ്യതയും നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്ത കുട്ടികൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട സെഷന്റെ ഹൈലൈറ്റ്, ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നോട്ടിഫിക്കേഷനിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. 2 എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ യോഗ്യത ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, അതൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. ആൻഡ് സിലബസ്, പാറ്റേൺ, അതുപോലെ തന്നെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പഠിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ സെഷനിലൂടെ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് സമയം കളയാതെ ഓരോരോ കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട അവസാനത്തെ ഡേറ്റ് ഇതാ നോക്കുക, മാർച്ച് 2-ാം തീയതിയാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫെബ്രുവരി മാസമാണ്, 31 ദിവസം കിട്ടുമോ? ഇല്ല, 28 വരെ ഉള്ളൂ, 10 ദിവസം കഷ്ടിയേ ഉള്ളൂ. എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡേറ്റുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുക. കഴിഞ്ഞ വർഷത്തെ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ അതിൻ്റെ ഈ പറയുന്ന റെസ്പോൺസ് ഷീറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വേണ്ടത്ര മാർക്ക് ഇല്ല എന്ന് തോന്നുന്നവർ, സംശയമുള്ളവർ എല്ലാവരും എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഈ വർഷത്തെ എക്സാം ഉടനെ തന്നെ വരും. കഴിഞ്ഞ വർഷത്തെ പോലെ ഒരുപാട് നീണ്ടുപോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. അപ്പോൾ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 2 ഡേറ്റുകൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ, ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ആ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ട് അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആദ്യമായിട്ട് RRB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ട മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID, അതുപോലെ തന്നെ നിങ്ങൾ ഈ പർട്ടിക്കുലർ എക്സാമിന് RRB ഗ്രൂപ്പ് ഡി എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ RRB അല്ലെങ്കിൽ സോണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. മോഡിഫിക്കേഷൻ വിൻഡോയിൽ പോലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പോൾ അത് ആദ്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ വ്യക്തമായി തീരുമാനമെടുത്ത് തെറ്റുകൂടാതെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഇതെല്ലാം ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ കൃത്യമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം. എന്തെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ RRB തന്നെ നോട്ടിഫിക്കേഷനകത്ത് വ്യക്തമായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും ഒരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് എഴുതിയെടുക്കാവുന്നതാണ്, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് എഴുതിയെടുക്കാവുന്നതാണ്. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ RRBയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. 2 അപ്ലിക്കേഷൻ ഫീസിന്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്ലിക്കേഷൻ ഫീസിന്റെ കാര്യം 500 രൂപയാണ് ഫീസ് വരുന്നത്. ഫീ എക്സംഷൻ ഉള്ള കമ്മ്യൂണിറ്റീസ് ആരൊക്കെയാണെന്നുള്ള വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, എക്സ് സർവീസ്മെൻ, പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്. ശ്രദ്ധിക്കണം, EBC ആണ്, OBC അല്ല. ഇവർക്ക് എത്രയാണ് ഫീ വരുന്നത്? 250 രൂപയാണ് ഫീ വരുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത എല്ലാവരും എത്ര രൂപ അടയ്ക്കണം? 500 രൂപ അടയ്ക്കണം. പക്ഷെ നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആദ്യത്തെ പരീക്ഷ നിങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ 500 രൂപ അടച്ചവർക്ക് 400 രൂപയും 250 രൂപ അടച്ചവർക്ക് 250 രൂപയും പരീക്ഷ എഴുതിയാൽ മാത്രം മതി നിങ്ങൾക്ക് എന്ത് കിട്ടും, റീഫണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് അപ്ലിക്കേഷൻ ഫീയുടെ കാര്യത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അടുത്തത് എക്സാമിനേഷന്റെ യോഗ്യത ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് നിങ്ങളുടെ പ്രായപരിധി പറയുന്നത്. 10ാം ക്ലാസ് യോഗ്യത അല്ലെങ്കിൽ ITI അല്ലെങ്കിലാണ്, വേണമെന്ന് നിർബന്ധമില്ല. 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാവുന്നതാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2, A3, B1, C1 എന്നിങ്ങനെ 4 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള പോസ്റ്റുകളിലേക്കായിട്ടാണ്, 16 പോസ്റ്റുകളിലേക്കായിട്ടാണ് RRB ഗ്രൂപ്പ് ഡി എക്സാം വിളിച്ചിട്ടുള്ളത്. ആ 16 പോസ്റ്റുകൾക്കും വ്യത്യസ്ത മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്, ആ സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 3 ക്വാളിഫിക്കേഷൻസും ഉള്ള ആളുകൾക്കാണ് ഈ പരീക്ഷ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. 18-33 എന്ന് പറയുന്നത് ആർക്കാണ്? അൺറിസർവ്ഡ് അതുപോലെ തന്നെ EWS കാൻഡിഡേറ്റ്സിനാണ്. നിങ്ങൾ OBC NCLകാരാണെന്നുണ്ടെങ്കിൽ, OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം 3 വർഷവും, നിങ്ങൾ SC ST കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അധികം 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം വരും, 33-ൽ നിൽക്കുന്ന ആളുകളുണ്ട് ഈ വീഡിയോ കാണുന്നതിൽ, 36-ൽ നിൽക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് SC ST ആവുമ്പോൾ 38-ൽ നിൽക്കുന്ന ആളുകളും ഉണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം വരാം, എനിക്ക് 38 വയസ്സാണ്, എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? അപ്പോൾ അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. 2/1/1993, 2/1/1993 ആ ഡേറ്റിലോ അതിനുശേഷമോ ജനിച്ചിട്ടുള്ള UREWC എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വ്യക്തമായിട്ട് RRB നോട്ടിഫിക്കേഷൻ അത് പറഞ്ഞിട്ടുള്ള ഡേറ്റ് ആണ് 2/1, അതായത് ജനുവരി മാസം 2-ാം തീയതി 93 അതിന് ശേഷമോ ആ ഡേറ്റിലോ ആ ഡേറ്റിന് ശേഷമോ ജനിച്ചിട്ടുള്ള UREWC എക്സാമിന് അപ്ലൈ ചെയ്യാം. 2/1/90 അതിന് ശേഷമോ ജനിച്ചിട്ടുള്ള OBC NCLകാർക്ക് എക്സാം അപ്ലൈ ചെയ്യാം. 2/1/88 അതിന് ശേഷമോ ജനിച്ചിട്ടുള്ള SC ST എക്സാമിന് അപ്ലൈ ചെയ്യാം. ആൻഡ് ചുരുങ്ങിയ പ്രായപരിധി എന്ന് പറയുന്നത് എത്രയാണ്? 1/1/2008 ആണ്. 1/1/2008 മുന്നേ ജനിച്ചവരായിരിക്കണം ആൻഡ് ഈ പറയുന്ന പ്രായപരിധിക്കുള്ളിലുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാണ് പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അത് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇനി അധികം ഡീറ്റെയിലേക്ക് പോകുന്നില്ല, കാരണം ഓൾറെഡി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. SSLC കഴിഞ്ഞവർക്ക് റെയിൽവേയിലെ ജോലി അവസരം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നോട്ടിഫിക്കേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുന്നതിന് വേണ്ടി ഓൾറെഡി ഞാനൊരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കുട്ടികൾ ആ ലൈവ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ ആ ലൈവിൻ്റെ വീഡിയോ കിടപ്പുണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് കയറി നോക്കാവുന്നതാണ്. ഇതിന് പുറമെ പരീക്ഷയുടെ പ്രൊമോഷൻ സാധ്യതകളെയും ഓരോ പോസ്റ്റുകളെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഏത് സോണിൽ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 വീഡിയോസും ഞാൻ RRB ഗ്രൂപ്പ് ഡി 2025 നോട്ടിഫിക്കേഷന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോസ് പോയി കണ്ടു കഴിഞ്ഞാൽ ഒട്ടുമിക്ക നിങ്ങളുടെ എല്ലാ സംശയങ്ങളും എന്ത് ചെയ്യും, ക്ലിയർ ആയി കിട്ടും. ഓക്കെ, ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ നേരത്തെ കണ്ടതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതാണ് A2, A3, B1, C1 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അഗെയിൻ ഞാൻ ഇതും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു 40 മിനിറ്റ് ദൈർഘ്യമുള്ള റെയിൽവേയുടെ എല്ലാ മെഡിക്കൽ പരീക്ഷകൾക്കും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മാനദണ്ഡങ്ങളും അതിൻ്റെ പ്രത്യേകതകളും എല്ലാം വെച്ചുകൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതും നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ള 5 യൂട്യൂബ് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സംശയമുള്ള ആളുകൾക്ക് ആ സംശയം അതോടുകൂടെ തന്നെ ക്ലിയർ ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതല്ലാതെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. ഓക്കെ, ഇനി എക്സാമിൻ്റെ സിലബസ് എന്താണ്? ഈ 4 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും എക്സാമിൻ്റെ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളത്. 1 മാത്തമാറ്റിക്സ് ഉണ്ട്, 2 ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, 3 ജനറൽ സയൻസ്, 4 ജനറൽ അവയർനെസ്. അതിൽ മാത്തമാറ്റിക്സിൽ എന്തൊക്കെ പഠിക്കാനാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്പർ സിസ്റ്റം, ബോട്ട് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ, പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ് തുടങ്ങി എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. റീസണിങ്ങിനും കൊടുത്തിട്ടുണ്ട്. സയൻസിൻ്റെ സിലബസ് നോക്കാം. സയൻസിൻ്റെ സിലബസിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത് ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, ലൈഫ് സയൻസ് പഠിക്കണം. ഏത് ക്ലാസ് വരെ? 10ാം തരം വരെയുള്ള 10th സ്റ്റാൻഡേർഡ്. അത് കേരള സ്റ്റേറ്റ് അല്ല, CBSEയുടെ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള സയൻസിൻ്റെ ഭാഗങ്ങളായിരിക്കും ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിക്കുക എന്ന് വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ അത് കൊടുത്തിട്ടുണ്ട്. ഇനി GKയുടെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ജനറൽ അവയർനെസ്സിൻ്റെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫെയേഴ്സ്. കറണ്ട് അഫെയേഴ്സ് ആണ് നിങ്ങളോട് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. കറണ്ട് അഫെയേഴ്സ് എന്തിനെ പറ്റിയിട്ടുള്ള പഠിക്കണം? സയൻസ് ആൻഡ് ടെക്നോളജിയെ പറ്റിയിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് പഠിക്കണം. അപ്പോൾ സയൻസിനെ പറ്റി പഠിക്കണം, ടെക്നോളജിയെ പറ്റി പഠിക്കണം, സ്പോർട്സ് പഠിക്കണം, കൾച്ചർ പഠിക്കണം, പേഴ്സണാലിറ്റീസ് പഠിക്കണം, എക്കണോമിക്സ് പഠിക്കണം, പൊളിറ്റിക്സ് പഠിക്കണം, ആൻഡ് എനി അതർ സബ്ജക്ട്സ് ഓഫ് ഇമ്പോർട്ടൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റേത് സബ്ജക്റ്റുകളെ പറ്റിയിട്ട് നിങ്ങൾ എവിടെ പഠിക്കേണ്ടി വരും? GKയിൽ അല്ലെങ്കിൽ ജനറൽ അവയർനെസ്സിൽ നിങ്ങൾ പഠിക്കേണ്ടി വരും. ഇത്രയാണ് നിങ്ങളുടെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക.
മാത്സിന് 25 മാർക്കാണ്. തൊട്ട് മുന്നേ നമ്മൾ സിലബസ് കണ്ടു. ഈ ഇത്രയും പോർഷനിൽ നിന്നും 25 മാർക്കിന് മാത്സ് ചോദിക്കും. റീസണിങ് 30 മാർക്കിന് ചോദിക്കും. സയൻസ് 25 മാർക്കിന് ചോദിക്കും. ജനറൽ അവയർനെസ് 20 മാർക്കിന് ചോദിക്കും. അങ്ങനെ ആകെത്തുക 25 30 എത്രയാണ്? 55. 55 25 80 80 20 100 മാർക്കിന്റെ പരീക്ഷ 90 മിനിറ്റ് അഥവാ 1.5 മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം ഉണ്ടായിരിക്കുക. 1.5 മണിക്കൂറിന്റെ പരീക്ഷയിൽ നിങ്ങൾ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എഴുതണം? 100 മാർക്കിന്റെ 100 ചോദ്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടി വരിക. ഇതില് ഈ കാണുന്ന 80 മാർക്ക് നിങ്ങൾക്ക് പഠിച്ചാൽ റിട്ടേൺ ഉള്ള സംഭവമാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ? മാത്സ് റീസണിങ് ആണ്. തുടക്കം തൊട്ടേ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ മാർക്ക് വാങ്ങിക്കാം. സയൻസിലെ മാർക്ക് നിങ്ങൾക്ക് ഒരു പരിധി വരെ വാങ്ങിക്കാനായിട്ട് പറ്റും. ഇതിൽ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന അധികം സ്കോറിംഗ് അല്ലാത്ത ഒരു ഭാഗം ജനറൽ അവയർനെസ് ആണ്. 20 മാർക്കാണ് ജനറൽ അവയർനെസ്സിന്. അത് ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇത്തവണത്തെ ഗ്രൂപ്പ് ഡി എക്സാം കഴിഞ്ഞ 2018 22 നടത്തിയ പരീക്ഷകളെ പോലെയല്ല. ഈ 20 മാർക്കിനകത്തിൽ പല ഷിഫ്റ്റുകളിലും 20 ചോദ്യം കറണ്ട് അഫയർ ആയിരുന്നു. മുന്നെയൊക്കെ ഹിസ്റ്ററിയിൽ നിന്നോ പൊളിറ്റിയിൽ നിന്നോ ജോഗ്രഫിയിൽ നിന്നോ എക്കണോമിക്സിൽ നിന്നോ മറ്റേതെങ്കിലും ഒരു സ്റ്റാറ്റിക് പോർഷനിൽ നിന്നൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. 20 ചോദ്യം കറണ്ട് അഫയർ ചോദിച്ചിട്ടുള്ള ഷിഫ്റ്റുകളുണ്ട്. 2024 എക്സാം, ഇപ്പോൾ കഴിഞ്ഞ എക്സാം 20 ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ള പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് പ്രശ്നം? കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആനുകാലികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ വളരെ റാൻഡമാണ്. ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? വളരെ റാൻഡം ആയിരിക്കും. നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിക്കൊള്ളണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ ചുവന്ന കളറിൽ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ബാക്കി 3 കാര്യങ്ങൾ കമ്പാരിഡ് ടു ജനറൽ അവയർനെസ് ഈ 20 മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് ആണ്. സിലബസിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വൃത്തിയായി അടക്കും ചിട്ടയോടും കൂടെ പഠിച്ച് റിവൈസ് ചെയ്താൽ ആ 80 മാർക്ക് 80-ൽ 75 മാർക്കെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ബാക്കി ഒരു 5-10 മാർക്കോ ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജോലിയിൽ കയറുകയായി. മനസ്സിലായില്ലേ? ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് ക്വാളിഫയിങ് മാത്രമാണ്. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൂടെ ഞാൻ നിങ്ങളെ പ്രധാനമായിട്ടും ഓർത്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ, പഠിക്കാൻ തുടങ്ങുന്നവർ, നിങ്ങൾ ഓർക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 നോട്ടിഫിക്കേഷൻ പ്രകാരം 25 അവസാനം 26 ആദ്യമായിട്ട് നടത്തിയിട്ടുള്ള ഗ്രൂപ്പ് ഡി എക്സാം സെക്ഷൻ വൈസ് ആയിരുന്നു എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത്. നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം നിങ്ങളുടെ കയ്യിൽ റെസ്പോൺസ് ഷീറ്റ് കിട്ടുമ്പോൾ ആദ്യം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് 25 സയൻസിന്റെ ചോദ്യങ്ങളായിരിക്കും. അത് കഴിഞ്ഞാൽ 25 മാത്സിന്റെ ചോദ്യങ്ങൾ, അത് കഴിഞ്ഞാൽ 30 റീസണിങ്ങിന്റെ ചോദ്യങ്ങൾ, അത് കഴിഞ്ഞാൽ 20 നമ്മുടെ ജനറൽ അവയർനെസിന്റെ ചോദ്യങ്ങൾ. അപ്പോൾ സെക്ഷൻ വൈസ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. പക്ഷേ സെക്ഷൻ വൈസ് ടൈമറൊന്നുമില്ല. എത്രയാണ്? കൃത്യമായിട്ട് 100 ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. 1025 സയൻസിൽ നിന്നും, പിന്നത്തെ 25 മാത്സിൽ നിന്നും, പിന്നത്തെ 30 റീസണിങ്ങിൽ നിന്നും, പിന്നത്തെ 20 ഈ പറയുന്ന പോലെ GK-യിൽ നിന്നും അല്ലെങ്കിൽ ജനറൽ അവയർനെസ്സിൽ നിന്നുമായിരുന്നു. ഇനി അതിൽ മാത്സ് റീസണിങ്ങിന്റെ നിങ്ങൾക്കറിയാം 25-ഉം 30-ഉം കൂടെ ചേർത്ത് 55 മാർക്ക് ഉണ്ട്. അത് എന്ത് ചെയ്യണം? ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഡെയിലി നിങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ്, റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് റീസണിങ് പ്രാക്ടീസ് ചെയ്യണം. കാരണം എന്താ? ട്രിക്സും ഷോർട്ട് കട്ട്സിലൂടെയും മാക്സിമം മാർക്ക് വാങ്ങിക്കുക. ഈ 55 മാർക്കിൽ 50 മാർക്കെങ്കിലും വാങ്ങിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ടെസ്റ്റുകൾ തുടക്കം മുതൽക്കേ ചെയ്യുക. തുടക്കം തൊട്ടേ പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. എന്തുകൊണ്ടാണ് തുടക്കം തൊട്ടേ പരീക്ഷ എഴുതണം എന്ന് പറയുന്നത്? നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിച്ചു, സപ്പോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അല്ലെങ്കിൽ വർക്ക് ആൻഡ് ടൈം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കലണ്ടർ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾ കണ്ടു, അതിന്റെ കൺസെപ്റ്റ് നിങ്ങൾ വീഡിയോസിലൂടെ പഠിച്ചു. നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ചോദ്യം നിങ്ങൾ ബുക്കിൽ എടുക്കുന്നു, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്നു, പാനും പേപ്പർ എടുക്കുന്നു, നിങ്ങൾ സോൾവ് ചെയ്യുന്നു. നിങ്ങൾ അവിടെ എന്ത് നോക്കുന്നില്ല? സമയം നോക്കുന്നില്ല. എത്ര സമയം കൊണ്ടാണ് നിങ്ങൾ ആ ചോദ്യത്തെ സോൾവ് ചെയ്തത്, എത്ര സമയം കൊണ്ടാണ് നിങ്ങൾ ആ ചോദ്യം സോൾവ് ചെയ്ത് ഉത്തരത്തിൽ എത്തിയതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കോ 10ാം ക്ലാസ് പരീക്ഷയ്ക്കോ ബോർഡ് എക്സാമിനൊക്കെ എഴുതുന്ന പോലെ സ്റ്റെപ്പുകൾ എഴുതി സോൾവ് ചെയ്ത് അടിവര ഇടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യും? ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയല്ല ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത്. മത്സര പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സമയപരിധി ഉണ്ട്. അപ്പോൾ ആ നിശ്ചിത സമയപരിധിക്കകത്ത് മാത്സ് റീസണിങ് ചോദ്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കം മുതൽക്ക് എന്ത് ചെയ്യണം? ടെസ്റ്റുകൾ എഴുതി, പരീക്ഷകൾ എഴുതി നിങ്ങളെ തന്നെ സജ്ജരാക്കി കൊണ്ടുവരണം. അപ്പോൾ മാത്സ്, റീസണിങ് തുടങ്ങിയ സബ്ജക്റ്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അതിനകത്ത് ട്രിക്കുകൾ, ഷോർട്ട് കട്ടുകൾ, കാരണം ഈ സമയപരിധിക്കുള്ളിൽ ഒരു ടെസ്റ്റ് ചെയ്ത് തീർക്കണമെങ്കിലോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തറിയണം?
ട്രിക്കുകൾ അറിയണം, ഷോർട്ട് കട്ടുകൾ അറിയണം. അപ്പോൾ മാക്സിമം ട്രിക്കുകളും ഷോർട്ട് കട്ടുകളൊക്കെ എഴുതി വെക്കുക. ഒരു ഫോർമുല ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ തന്നെ മാത്സ് ആൻഡ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ വർക്ക് ടൈമിൻ്റെ ഫോർമുലകൾ ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഫോർമുലകൾ ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക, ട്രിഗണോമെട്രിയുടെ മെൻസറേഷൻ്റെ ഒക്കെ ഫോർമുലാസ് എഴുതി വെക്കുന്ന ഒരു ഫോർമുല ബുക്ക് നിങ്ങളുടെ കൈവശമുണ്ടായിരിക്കണം. എങ്കിലാണ് മാത്സ് റീസണിങ് പോലുള്ള സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കയ്യിൽ എടുത്ത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അതങ്ങനെയാണ്. ഇനി സയൻസിൻ്റെ കാര്യം എങ്ങനെയാണ്? 25 മാർക്കാണ് സയൻസിനുള്ളത്. അപ്പം ഓൺ ആൻ ആവറേജ് നിങ്ങൾ 3 വിഷയങ്ങൾ സയൻസിൽ പഠിക്കും അല്ലേ? ഫിസിക്സ് പഠിക്കും, കെമിസ്ട്രി പഠിക്കും, ബയോളജി പഠിക്കും. ഓൺ ആൻ ആവറേജ് 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഓരോ സബ്ജക്റ്റിൽ നിന്നും വരും. ഫിസിക്സിൽ നിന്ന് 8 മാർക്ക്, ബയോളജിയിൽ നിന്ന് 8 മാർക്ക്, കെമിസ്ട്രിയിൽ നിന്ന് 8 മാർക്ക്. അപ്പോൾ ഏകദേശം 24 മാർക്കായി. ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് ഒരു ചോദ്യം കൂടെ കൂടുതൽ വരാം. പല ഷിഫ്റ്റുകളിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 25 മാർക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് പ്രതീക്ഷിക്കാം? സയൻസിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ 24 നോട്ടിഫിക്കേഷൻ ഇട്ട് 25 അവസാനം 26 ആദ്യങ്ങളിലായിട്ട് നടത്തി കഴിഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 1-2 പ്രോബ്ലംസേ ഉള്ളൂ. മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരുപാട് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ന്യൂമറിക്കൽസ് ഒരുപാടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന പോലെ വെലോസിറ്റി കണ്ടുപിടിക്കുക, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണയും ചോദ്യങ്ങൾ പ്രോബ്ലംസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അത് 1-2 ഉള്ളൂ. 25-ൽ 23 ചോദ്യം എന്താണ്? പ്രോബ്ലം അല്ലാത്ത ചോദ്യങ്ങളാണ്. ഡയറക്റ്റ് MCQ മോഡൽസ് ആണ്. ABCD ക്വസ്റ്റ്യൻസിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന മോഡലിലാണ്. പക്ഷേ എക്സെപ്റ്റ് ചില ക്വസ്റ്റ്യൻസ് എന്തുണ്ട്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൺസെപ്റ്റ് നോളജ് നല്ല രീതിയിൽ വേണ്ട ചോദ്യങ്ങളാണ്. സയൻസിൽ നമ്മുടെ കേരള PSCയിലെ ഈ പറയുന്ന പോലെ LGSലോ LDCയിലോ ചോദിക്കുന്ന തരത്തിലുള്ള സയൻസ് അല്ല എവിടെ ചോദിക്കുന്നത്? RRB ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിക്കുന്നത്. സയൻസിൽ നല്ല കൺസെപ്ച്വൽ ആയിട്ടുള്ള നോളജ് വേണം. ന്യൂട്ടന്റെ നിയമങ്ങളൊക്കെ അതേപടി അറിയുന്ന, അപ്പോൾ ആ നിയമം, അതായത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് എന്താണെന്ന് ചോദിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രസ്താവന രീതിയിൽ 3-4 എക്സാമ്പിൾസ് തന്നിട്ട് അതിനകത്ത് നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് പല ഷിഫ്റ്റുകളിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സയൻസും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് NCERT പഠിച്ചാൽ മതി. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള NCERT CBSE പുസ്തകം വെള്ളം പോലെ ആക്കുക. അതിനകത്തുനിന്ന് ഫോർമുലകൾ എഴുതി വെക്കുക, അതിനകത്തുനിന്ന് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക, അതിനകത്തുനിന്ന് കൺസെപ്റ്റുകൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റാണ്. വേറെ ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ഈ 55-ഉം 25-ഉം ഈ 80 മാർക്ക് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നതാണ്. അതിനകത്തുനിന്ന് ഒരു 80-ൽ ഒരു 70 മുതൽ 75 മാർക്ക് വരെ നിങ്ങൾക്ക് ഈ മാർക്കിനകത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ബാക്കി സമയം മാത്രം നിങ്ങൾ എന്തിനു കൊടുത്താൽ മതി? GKക്ക് കൊടുത്താൽ മതി. കാരണം എന്താ? GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ്, ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് ആണ് GA ഓൺ CA എന്ന് എഴുതിയിരിക്കുന്നത്. 20 മാർക്കാണ്. ഇതിൽ പല ഷിഫ്റ്റിലും 18 മുതൽ 20 ചോദ്യം വരെ കറണ്ട് അഫയർ ആണ്. അതായത് 20-ൽ 20 ചോദിച്ചിട്ടുള്ള ഷിഫ്റ്റുകളുണ്ട്. ചിലതിലൊക്കെ 18 ചോദ്യം ചോദിച്ചിട്ടുള്ള 18ഓളം ചോദ്യങ്ങൾ കറണ്ട് അഫയർ. അത് 2025-ലെ കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അതായത് ലാസ്റ്റ് 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് സ്റ്റാറ്റിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. കൃത്യസമയത്ത് കൃത്യസ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനെ വ്യക്തമായിട്ടുള്ള പ്ലാനോടുകൂടെ എന്താദ്യം പഠിച്ചെടുക്കണം? മാത്സ് റീസണിങ്. കാരണം 55 മാർക്ക് ഉണ്ട്. കൂട്ടത്തിൽ ഓരോ ദിവസവും NCERTയുടെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ, 6ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററോ 2 ചാപ്റ്ററോ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഓരോ ആഴ്ചകളിൽ തീർക്കുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. കൂട്ടത്തിൽ മന്ത്ലി കമ്പൈലേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടു തീർക്കുക. എന്തിനു വേണ്ടി? കറണ്ട് അഫയേഴ്സിന് വേണ്ടി. ഒരുപാട് സമയം കറണ്ട് അഫയേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. കാരണം അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം നിർബന്ധമില്ല. ഈ 20 മാർക്കിൽ ചിലപ്പോൾ ഒരു 10 മാർക്ക് നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാലായി. കാരണം കറണ്ട് അഫയേഴ്സ് വളരെ റാൻഡം ആണ്. അപ്പോൾ ഒരു 10-12 മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം, അതിൻ്റെ പകുതി സമയം ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ചിലപ്പോൾ അതിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കഴിഞ്ഞ വർഷത്തെ എക്സാമിനെ മനസ്സിലാക്കി, അതിൻ്റെ ചോദ്യങ്ങളുടെ രീതി മനസ്സിലാക്കി, കൃത്യമായിട്ട് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, എക്സാമിന് അപ്ലൈ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? എക്സാമിന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാഠഭാഗത്തെ പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ്സ് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ഇൻപുട്ടാണ് നിങ്ങൾക്ക് തരാൻ പറ്റുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. RRB ഗ്രൂപ്പ് ഡി 2024-ലെ പരീക്ഷ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. റെസ്പോൺസ് ഷീറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണും.
2025 നോട്ടിഫിക്കേഷൻ ഓൾറെഡി ലൈവ് ആണ്. മാർച്ച് 2-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ദിവസം. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏതൊക്കെയാണ് പോസ്റ്റുകൾ, അതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ, ശമ്പളം, ഏത് സോണിൽ അപ്ലൈ ചെയ്യണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും വെച്ചുകൊണ്ടുള്ള വീഡിയോസ് നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാത്ത കുട്ടികൾ ഈ വീഡിയോസ് എല്ലാം കണ്ട് മനസ്സിലാക്കി എത്രയും വേഗം അപ്ലൈ ചെയ്യുക. ഇനി നിങ്ങളുടെ മുന്നിൽ ഒരു 10 ദിവസം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പോൾ പഠിക്കുന്നതിനേക്കാൾ മുന്നേ 2024 പരീക്ഷയായിട്ടൊന്ന് നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. 2024 കഴിഞ്ഞ പരീക്ഷയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് RRB കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. 2024 നോട്ടിഫിക്കേഷൻ പ്രകാരം എക്സാം കണ്ടക്ട് ചെയ്തപ്പോൾ സെക്ഷൻ വൈസ് ആയിട്ടായിരുന്നു ടോപ്പിക്കുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. മാത്സിൽ നിന്നും 25 ചോദ്യങ്ങൾ, സയൻസിൽ നിന്നും 25 ചോദ്യങ്ങൾ, റീസണിംഗിൽ നിന്നും 30 ചോദ്യങ്ങൾ, GKയിൽ നിന്നും 20 ചോദ്യങ്ങൾ. ഇനി ഓരോ വിഷയത്തിന്റെയും സാധ്യതകൾ നമുക്ക് നോക്കാം. മാത്സും റീസണിംഗും കൂടെ 55 മാർക്കാണ് ഗ്രൂപ്പ് ഡിയിലുള്ളത്. അപ്പോൾ ഈ 55 മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ടൈം മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ടുകളും അതുപോലെ തന്നെ ട്രിക്കുകളും ഉപയോഗിക്കാതെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ പുറകെ പോകരുത്. നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിനോ ബോർഡ് എക്സാമിനോ അല്ല പരീക്ഷ എഴുതുന്നത്, നമ്മൾ എന്തിനാണ് എഴുതുന്നത്, മത്സര പരീക്ഷകൾക്കാണ് എഴുതുന്നത്. അപ്പോൾ അതിന് ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം, ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ 55 മാർക്കിന്റെ ഈ വിഷയങ്ങൾ ഈ രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഇനി രണ്ടാമത്തെ വിഷയം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, സയൻസ് ആണ്. 2024 ഈ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 2-3 പ്രോബ്ലംസ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അഥവാ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് ഗ്രൂപ്പ് ഡി എക്സാമിന് കണ്ടുവരുന്നുണ്ട്. പിന്നെ സയൻസിൽ ആഴത്തിലുള്ള കൺസെപ്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പൊതുവെ 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള NCERT പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. സോ NCERT പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നിങ്ങളുടെ സയൻസ് പഠിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മുടെ ജനറൽ അവയർനെസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതിവിൽ നിന്നും വിഭിന്നമായിട്ട് ഇത്തവണ 20 ചോദ്യവും കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുള്ള ഷിഫ്റ്റുകളുണ്ട്. 18 മുതൽ 20ഓളം ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിനാണ് വെയിറ്റേജ് വന്നിരുന്നത്. അതും കഴിഞ്ഞ 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് 2024 നോട്ടിഫിക്കേഷൻ പ്രകാരം എക്സാം കണ്ടക്ട് ചെയ്തപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇനി 2025 ഗ്രൂപ്പ് ഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റുകളും പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസും ഷോർട്ട് കട്ടുകളും ട്രിക്കുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാത്സ് റീസണിംഗ് ക്ലാസ്സുകളും NCERT പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രോബ്ലംസും അതുപോലെ തന്നെ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള സയൻസ് ക്ലാസ്സുകളും ആനുകാലിക വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ വീക്കിലി കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും ക്വിസുകളും പോസ്റ്റേഴ്സും എല്ലാം അടങ്ങിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആൻഡ് GK ക്ലാസ്സുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കോർ ടീം ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി സക്സസ് 2025 ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സ്കോർ ടീമിന്റെ ഭാഗമായി റെയിൽവേയിൽ ഈ വർഷം തന്നെ ഒരു ജോലിയിൽ കയറുന്നതിന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വർഷം റെയിൽവേയിൽ ഒരു ജോലി നേടാം സ്കോറിനോടൊപ്പം.